പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അയിലക്കൂട്ടാനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഏതായാലും നമ്മൾ നല്ല മൂത്ത ഇരുമ്പുളി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി അയില കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അയില നമ്മൾ ഇതുപോലെ മുറിച്ച് കഴിയുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവില്ല കേട്ടോ. പിന്നെ നല്ല മൂത്ത ഇരുമ്പുളിയാണ് കേട്ടോ അത്. ഇതിട്ടിട്ട് മിക്കവർക്കും മൂത്ത ഇരുമ്പുളി കറി വയ്ക്കാൻ ഇഷ്ടമില്ല. പക്ഷേ അതെങ്ങനെ വയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് പുളി എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ പൊടിപ്പിച്ചതാണ് കേട്ടോ പൊടി. മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇവിടെ പൊടിച്ചതാണ്. നമ്മുടെ പറമ്പിലത്തെ മഞ്ഞൾ ഇട്ടിട്ട് പുഴുങ്ങി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. 2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇരുമ്പുളി വെച്ചിട്ട് എത്ര മൂത്ത ഇരുമ്പുളി ആയാലും നമ്മൾ അതിലേക്ക് ഒഴിക്കണ വെള്ളം ഉണ്ടല്ലോ, അത് അളവ് കുറച്ചാൽ മതി. അപ്പം നല്ല കറിയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെറുതെ നമ്മൾ നാളികേരപ്പാലോ അരച്ചിങ്ങനെ കലക്കിയാണ്ട് വയ്ക്കാതെ അങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ 2.25 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ 2 അയില മതി. എന്നാലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല കുറേ കറി കഴിച്ചിട്ട് കാര്യമില്ല, കുറച്ച് കഴിച്ചാൽ മതി. നല്ല രുചിയോടെ കഴിക്കുകയാണെങ്കിൽ കേട്ടോ. ഇതിന് തിളച്ച് വരട്ടെ. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് വന്നിട്ട് നല്ലോണം മൊത്തം തിളച്ച് വരുമ്പോൾ തന്നെ തീ കുറച്ചിട്ടാൽ മതി. അപ്പം പിന്നെ അവിടെ കിടന്ന് വെന്തോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇളക്കി ഉടച്ച് നുറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചുറ്റിച്ച് മതി കേട്ടോ. ഇത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടുക. അതിന് ശേഷം വറ്റുമ്പോൾ നമുക്ക് ഉള്ളിയാണ് കേട്ടോ ഞങ്ങൾ കാച്ചണത്. നമ്മൾ തൃശ്ശൂർക്കാരൊക്കെ ഉള്ളിയാണ് കാച്ചുക. ഉള്ളി കാച്ചുമ്പോഴുള്ള മീനിലേക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ. വേണമെങ്കിൽ ഉലുവാപ്പൊടി വിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ കറിയിൽ ഉലുവാപ്പൊടി ഇടാത്തിരിക്കണം നല്ലത് കേട്ടോ. ഇരുമ്പുളി ഇട്ട് കൂട്ടാൻ വയ്ക്കുമ്പോൾ. ഇപ്പോൾ വീഡിയോ അധികം ഇടാത്ത കാരണം ആൾക്കാരും കാണാണ്ടായിട്ടാണ്. മൊബൈലിനൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ കറക്റ്റായി വന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഇനിയൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. കണ്ടോ? അപ്പോൾ ഒട്ടും ഉടഞ്ഞിട്ടില്ല, നല്ല അടിപൊളി. എപ്പോഴും നമ്മൾ ചാറ് കുറച്ച് വയ്ക്കുക മൂത്ത ഇരുമ്പുളി കറി വയ്ക്കുമ്പോൾ കേട്ടോ. അറിയാത്തവർക്ക് പറഞ്ഞത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.